നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF LDF മുന്നണികൾ കളം നിറഞ്ഞതോടെ പ്രചാരണ രംഗം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും PV അൻവറിന്റെ ഭാവി എന്തെന്ന രാഷ്ട്രീയ കൗതുകമാണ് ഈ ദിവസത്തെയും ശ്രദ്ധേയമാക്കുന്നത്. സമ്മർദ്ദ തന്ത്രങ്ങളെല്ലാം പാളിയതോടെ UDFുമായി ഒരു ബാന്ധവത്തിനും ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച PV അൻവർ മത്സരിക്കാൻ താനില്ലെന്നും തന്റെ കയ്യിൽ പണമില്ലെന്നും സ്റ്റാൻഡ് ഇന്നെടുത്തു. പക്ഷേ 3-4 മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടതും കേട്ടതും മലക്കം മറിച്ചിലായിരുന്നു. മത്സരിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. അണികളുടെ വികാരത്തിലൂന്നി പുനരാലോചന എന്നാണ് പുതിയ നിലപാട് വരുന്നത്. ഇന്നത്തെ 2 പ്രതികരണങ്ങളും നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇനി അതിലേക്കില്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. അപ്പം എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. മത്സരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ ആളുകൾ പൈസയായിട്ട് വരുന്നു. 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അനുറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി, വട്ടച്ചെലവില്ല കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ. അല്ല, അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട്. അതേസമയം PV അൻവറിന്റെ വിലപേശലിനെയും ഭീഷണിയെയും തടയാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായ തീരുമാനം. അൻവർ ആദ്യം കോൺഗ്രസ് പ്രഖ്യാപിച്ച UDF നിർത്തിയ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കട്ടെ എന്ന തീരുമാനം തന്നെയാണ് UDFും കോൺഗ്രസും കൈക്കൊള്ളുന്നത്. അതായത് അൻവർ ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലെന്ന ഉറച്ച നിലപാടിലേക്ക് മുന്നണി എത്തുകയാണ്. ഇന്നത്തെ പ്രതികരണങ്ങൾ കൂടി. മത്സരിക്കാത്ത നല്ല കാര്യം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ തിരുത്തി UDF ആയിട്ട് സഹകരിക്കണം എന്നാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും UDFിനോടൊപ്പം അദ്ദേഹത്തിന് നിൽക്കാനും അസോസിയേറ്റ് മെമ്പറായിട്ട് അദ്ദേഹത്തിനെ പ്രഖ്യാപിക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. കൂടെ അദ്ദേഹം വരുന്നെങ്കിൽ സന്തോഷം. ഇനി അദ്ദേഹം വരുന്നില്ല, അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു, ആയിക്കോട്ടെ. മത്സരിക്കുന്നുണ്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വോട്ടിംഗ് ബാങ്കിങ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയപ്പാടുമില്ല. അദ്ദേഹം കൂടെ നിന്നിരുന്നെങ്കിൽ നമുക്കൊരു കൂടുതൽ കരുത്തായേനെ. ഇപ്പോഴും അദ്ദേഹം UDFിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തർക്കമൊന്നുമില്ല. PV അൻവറിന്റെ വാദത്തിൽ മറുപടിയുമായി KC വേണുഗോപാലും ഇന്ന് പ്രതികരിച്ചു. രാഷ്ട്രീയ പോരാട്ടത്തിൽ സഹകരിക്കേണ്ടി വരുന്നവർക്ക് സഹകരിക്കാമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അതുകൂടി കേൾക്കാം. അപ്പോൾ ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെ മാറ്റും. പൊളിറ്റിക്കൽ ഫൈറ്റാണ് അത്. UDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആര്യാടൻ ഷൗക്കത്ത് അവിടുന്ന് MLA ആയിട്ട് വന്നിരിക്കും എന്നുള്ള സംശയം വേണ്ട. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലക്ഷ്യം വിശാലമായ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സർക്കാർ ജനങ്ങൾ വെറുക്കപ്പെട്ട സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പോലും മനസ്സിനകത്ത് ഈ സർക്കാരിനോട് താല്പര്യമില്ല. അപ്പോൾ അത് പ്രതിഫലിക്കാൻ പോകുന്നൊരു ഇലക്ഷനിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. PV അൻവറിന്റെ നാക്കും വാക്കുമാണ് വിനയായത്. പിണറായി സത്തെ അവസാനിപ്പിക്കുമെന്ന യുദ്ധപ്രഖ്യാപനവുമായി ഇറങ്ങിയ ഈ തിരഞ്ഞെടുപ്പിന്റെ കാരണഭൂതനായ മുൻ MLA പലപ്പോഴും സംയമനമേ പാലിച്ചില്ല. UDFിനെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയുമില്ല. UDF ബെർത്തിന് അപേക്ഷയുമായി നിന്ന ഘട്ടത്തിൽ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പ്രഖ്യാപന ദിവസം തന്നെ അവമതിപ്പുണ്ടാക്കി. പോരാത്തതിന് മുന്നണിയുടെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവിനെതിരെ കടന്നാക്രമണം നിർത്താതെ തുടർന്നു. ആ വാക്കുകൾ ഒന്നൊന്നായി കേൾക്കാം. പിണറായി സത്തെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുക ഷൗക്കത്തിന്? നിങ്ങൾ ഷൗക്കത്തിൻ്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടക്ക് CPMനെതിരെയോ ഈ ഗവൺമെൻറ്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നല്ല സൗഹൃദത്തിലാണ്. ദേശാഭിമാനിയുടെ സാംസ്കാരിക സദസ്സിലെ എന്താ പറയുക, കേരളത്തിൽ വിളിക്കപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, വലതുപക്ഷത്തെ ഒരു ഇടതുപക്ഷവാദിയാണ് അദ്ദേഹം. UDF നേതൃത്വം എന്ന് പറയുന്നത് UDF ചെയർമാനാണല്ലോ അല്ലേ? അദ്ദേഹം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അദ്ദേഹം വിളിയും വിളിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം PV അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായിയെ ഒതുക്കലാണോ UDF ചെയർമാൻ്റെ ഉദ്ദേശം? അത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്തിനാണ് ഒതുക്കുന്നത്? ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല.
അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാ? ആരാ പറയുന്നത്? ഈ UDFന്റെ ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല വ്യക്തിപരമായിട്ട്. PV അൻവറിന്റെ അടുത്ത നീക്കം എന്താണ്? ഭാവി എന്ത്? UDFുമായിട്ടുള്ള വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇനി രാഷ്ട്രീയമായിട്ടുള്ള ഭാവി എന്താകുമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുന്നുണ്ട്. അരുൺ അമർനാഥാണ് ചേരുന്നത്. അരുൺ, ഈ ചോദ്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ്? PV അൻവർ മത്സരിക്കുമോ? ഇന്ന് രാവിലെ പറഞ്ഞതല്ല വൈകിട്ട് പറയുന്നത്. അണികളുടെ വികാരം മുൻനിർത്തി മത്സരരംഗത്തേക്കെന്ന് ആണ് പറയുന്നത്. എന്താണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ? പ്രജീഷ്, പുത്തൻ വീട്ടിൽ അൻവറിന്റെ രാഷ്ട്രീയ ഗ്രാഫിൽ ഒരു സ്ഥിരമായ ലേബൽ ഉണ്ടായിട്ടില്ല. അതായത് കോൺഗ്രസ് പ്രവർത്തകൻ, തുടർന്ന് സ്വതന്ത്രൻ, പിന്നീട് ഇടതു സ്വതന്ത്രൻ, അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് അൻവറിൻ്റേത്. അതേ രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു മാറ്റവുമില്ലാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ പറഞ്ഞ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വൈകിട്ട് മറ്റൊരു നിലപാട് പറയുന്ന അൻവറിനെ കാണുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ ആകാംക്ഷ അവിടെ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. രാവിലെ അൻവർ പറഞ്ഞത് എന്താണ്? UDFന് പിന്തുണയില്ല, നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്നുള്ളതാണ്. വൈകിട്ട് പറയുന്നു സമ്മർദ്ദമുണ്ട്, നാട്ടുകാരുൾപ്പെടെ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്, 2 ദിവസമില്ലേ ആലോചിക്കാം എന്നുള്ളത് തന്നെയാണ്. നിലവിലെ അൻവറിന്റെ ക്യാമ്പുകളിൽ നിന്നുൾപ്പെടെ അൻവർ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ 2-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അത് അൻവർ നോമിനേഷൻ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ട്വിസ്റ്റ് അവസാന നിമിഷം വരെ ഉണ്ടാകും. ആ ആകാംക്ഷ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലമ്പൂർ ഇലക്ഷനെ സംബന്ധിച്ച് ചിത്രം തെളിയുമ്പോൾ കൂടി നമുക്ക് അത്തരത്തിലൊരു ക്ലൈമാക്സും ട്വിസ്റ്റും ഒക്കെ അവിടെ ബാക്കിയാവുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ചിത്രം തെളിഞ്ഞാൽ, ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ്, PV അൻവർ എന്നൊരു ചിത്രം തെളിഞ്ഞാൽ സമീപകാലത്ത് തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പ്രവചനങ്ങൾക്ക് അതീതമായ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന അഭിമാന പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ കാത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രജീഷ്. ശരി, അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാത്തിരിക്കാം ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് അൻവറിന്റെ നിലപാടിലൂടെ. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.